ഫീൽഡ് ഔട്ടായ ചില നടിമാരെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. അതിലാദ്യമായിട്ട് അന്നാവൻ തുടക്കത്തിലൊക്കെ നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് മലയാളത്തിൽ അവസരങ്ങളൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രേസ് ആൻ്റണി മമ്മൂട്ടിയുടെയൊക്കെ നായികയായിട്ടുള്ള ഫഹദിൻ്റെയൊക്കെ നായികയായിട്ടുള്ള നടിയാണ്. നിവിൻ പോളിയുടെ നായികയായിട്ടുണ്ട്. പക്ഷേ ഇവർക്കും അവസരങ്ങൾ കുറവാണ്. വിൻസി അലോഷ്യസിനും ഇപ്പോൾ പടങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ നായികയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത്ര അവസരങ്ങളൊന്നുമില്ല. ഇവരെയൊക്കെ അറിയുന്ന ആൾക്കാർ ചുരുക്കമാണ്. ദിലീപിൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ നായികയായി വന്ന മഡോണയ്ക്ക് അവസരങ്ങൾ കുറവാണ്. ദിലീപിൻ്റെയൊക്കെ നായികയായി കഴിഞ്ഞാൽ പിന്നെ കുതിച്ച് കയറേണ്ടതാണ്. പക്ഷേ മഡോണയ്ക്ക് ആ ഒരു അവസരം ഉണ്ടാവുന്നില്ല. അഞ്ചുക്കുര്യൻ ഉണ്ണിമുകുന്ദൻ്റെയൊക്കെ നായികയായിട്ടുള്ള നടിയാണ്. പക്ഷേ ദിലീപിൻ്റെയൊക്കെ നായിക അതാണ്. അവസരങ്ങളില്ല മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അനുശ്രീക്ക് ഇപ്പോൾ ചിത്രങ്ങൾ കുറഞ്ഞൊരു അവസ്ഥയാണ്. മലയാളത്തിൽ നിന്നും സിനിമകളില്ല. അതുപോലെ അനുസിത്താരയ്ക്കും മലയാളത്തിലൊക്കെ ചിത്രങ്ങൾ കുറഞ്ഞൊരു അവസ്ഥയാണ്. പക്ഷേ അനുസിത്താരയ്ക്ക് ഒരുപാട് പ്രശസ്തി കിട്ടി. വിൻസി അലോഷ്യസിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ അഞ്ചുക്കുരിനെ പോലെയോ ഒരു നടിയല്ല അനുസിത്താര. ഒരുപാട് പേര് അറിയുന്ന ഒരുപാട് ഫാൻസ് ഉള്ള നടിയാണ്. അനുസിത്താര അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ സിനിമകളൊന്നുമില്ല. അനുസിത്താര നായികയായ സിനിമകൾ അങ്ങനെ സൂപ്പർ ഹിറ്റായിട്ടൊന്നുമില്ല. പക്ഷെ അന്നാവൻ അങ്ങനെയല്ല. അന്നാവൻ അഭിനയിച്ച പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ ഇത്രയൊന്നും പ്രശസ്തി അന്നാവന് കിട്ടിയിട്ടില്ല അനുസിത്താരയ്ക്കുള്ള പോലെ. ഫഹദിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച് വലിയ പ്രശസ്തി നേടിയ ഗ്രേസ് ആൻ്റണിക്ക് പക്ഷേ തുടർന്ന് അങ്ങോട്ട് വളരാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിവിൻ പോളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ പടമൊക്കെ പക്ഷേ അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ ആവാം ഒരു വലിയ നായികയാവാത്തത്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ തിരിച്ചറിയാവാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.